ഹായ് ഹലോ എവരി വൺ, എന്താണ് എല്ലാവരും വിശേഷം? സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വ്ളോഗായിട്ട് വന്നിട്ടുള്ളത് നമ്മളിവിടെ അണ്ടത്തോട് നേർച്ചയുണ്ട്. അപ്പോൾ നേർച്ചയുടെ വിശേഷങ്ങളാണ് ഞാനിവിടെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് പോയോ. ഞങ്ങൾ നടന്നിട്ടാണ് നേർച്ചയ്ക്ക് പോയത്. ഞാനും ഭാവിയും ഉമ്മയും പിള്ളേരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം പെരിയമ്പലത്തേക്കാണ് പോയത്. അവിടെ സ്റ്റേജ് പരിപാടി ഉണ്ടായിരുന്നു. അവിടെ ഒപ്പനയും ദഫ്മുട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ അഫ്ലു ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് തന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഐസ്ക്രീമൊക്കെ തന്നിട്ട് പരിപാടി കണ്ട്. ഐശുവിന് വെള്ളം കിട്ടി ഗൈസ്. ഐശുവിന് വെള്ളത്തിന് ദാഹിച്ചിട്ടിരുന്നായിരുന്നു. അതെ, ചെല്ലിക്കോ. പിന്നെ കുറേ ഉപ്പിലിട്ടത്, പിന്നെ അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ കുറവായിരുന്നു കേട്ടോ. എല്ലാ വർഷത്തിനേക്കാളും ആൾക്കാർ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഭംഗിയുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നിട്ട് ഉമ്മൊക്കെ ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഇരിക്കുകയായിരുന്നു. ഐഷു ഇവിടെ നല്ല തള്ളു കഥയാണ്. അങ്ങനെ ബാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ജിലേബി പൊരിക്കുന്നത് എങ്ങനെയാണ്? അതെ, വിറകടുപ്പിലാണ്. മറ്റേ ഗ്യാസിൽ വെച്ചിട്ടാണ് അവർ പൊരിക്കാറ്. ഇവിടെ നോക്ക് നിങ്ങൾ, ഈ കളിപ്പാട്ടങ്ങൾ, വള, മാല, അതിൻ്റെയൊക്കെ ഒരു ലോകം തന്നെ. ഒരുപാട് സ്റ്റാളുകളുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി വളകളും കമ്മലുകളും മാലകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഐഷുവിന് വള നോക്കി. പക്ഷെ ഓൾമോസ്റ്റ് ഒരു ഇതുള്ള വളകളൊക്കെ അവളെ കയ്യിലുണ്ട്. ഐശുവിൻ്റെ സെയിം വള അവിടെ ഉണ്ട്. നോക്കട്ടെ, കാണിച്ചൊന്ന് നോക്കട്ടെ. ടോക്ക് ടോക്ക് നല്ല ഭംഗിയുള്ള മാലകളും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ലോട്ടസിൻ്റെ മാലകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റോസ് ഗോൾഡ്, പ്യുവർ റോസ് ഗോൾഡ് അല്ല, എന്നാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച് അതിനിടയിൽ ഒരു ചേട്ടനെ ഞാൻ കണ്ടെത്താൻ നല്ല ഭംഗിയില്ല. ചേട്ടൻ്റെ തലയിൽ ആ ലൈറ്റ് ഇങ്ങനെ കത്തിക്കാണാൻ അതെനിക്ക് നല്ല ഇഷ്ടമായി കണ്ടപ്പോൾ. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കൊത്തു പൊറോട്ട, പിന്നെ അതുപോലെ ബ്രെഡ് ഓംലേറ്റ് അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചത്. കാന്താരി മുട്ട അങ്ങനെയൊക്കെ.
ഇല്ലെങ്കിലും നൂറും ഓർമ്മകളേറെയില്ലേ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കാഴ്ച കണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫർസിയാനോ എന്നുള്ള ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.